This call is now being recorded. Okay. Good morning. Good morning, sir. Okay, good morning. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പകുതി കഴിയുമ്പോൾ ഇന്ന് കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ്, അതേപോലെ വാൽവ്, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് എടുക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു ടെസ്റ്റ് ഇന്ന് വെക്കുന്നുണ്ട്, ഒരു സർപ്രൈസ് ടെസ്റ്റ് വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, 2 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് നിങ്ങൾ അത് എഴുതുക. ഇന്ന് വരെയുള്ള എടുക്കുന്ന ടോപ്പിക് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ലെക്ചർ നോട്ട് നിങ്ങൾ എത്രത്തോളം ഗ്രാസ്പ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. ടെസ്റ്റോ അയ്യോ അപ്പൊ നമുക്കൊരു തുടങ്ങി 2 ദിവസമായില്ല അതിനിടക്ക് ടെസ്റ്റ് വെക്കല, ഇതെന്ത് പരിപാടി സാർ? സാരില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ അതൊരു 5 to 10 minutes മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. തിങ്കളാഴ്ച നമുക്ക് സാറേ, തിങ്കളാഴ്ച അപ്പൊ എല്ലാരും മ്യൂട്ട് ചെയ്തോ സാർ. ഒരു സാറും ഇല്ല. ഓക്കെ, പ്രസന്റേഷൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ, കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മള് ഇതുവരെ നമ്മൾ പറഞ്ഞു, ഓരോ മോഷന്റെ കേസ് പറഞ്ഞു. ക്രാങ്ക് ഷാഫ്റ്റിന്റെ റൊട്ടേറ്ററി മോഷൻ, ഈ റൊട്ടേറ്ററി മോഷൻ ഉപയോഗിച്ചാണ് എന്താണ് വീലിലേക്ക് കണക്ട് ചെയ്തിട്ട് ഓട്ടോമൊബൈല് എന്താണ് മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്കിന്റെ റൊട്ടേറ്ററി മോഷൻ ആക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഒരു പിസ്റ്റൺ, നമ്മളിപ്പോ ഒരു കാറോ അല്ല ജീപ്പോ എന്തോ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഒറ്റ പിസ്റ്റൺ ആണോ ഉള്ളത്? അല്ല, മൾട്ടിപ്പിൾ പിസ്റ്റൺസ് ഉണ്ട് അല്ലെ? കുറെ പിസ്റ്റൺസ് ഉണ്ടാവും. ഇപ്പൊ ഓരോ പിസ്റ്റണിനും ഓരോ ക്രാങ്കുകൾ ഉണ്ടാവും. അപ്പം എല്ലാം ഒരേപോലെ ആയിരിക്കുമോ? ഈ 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ അപ്പൊ അതിനകത്ത് 4 സ്ട്രോക്ക് ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, അതുപോലെ എക്സ്പാൻഷൻ സ്ട്രോക്ക് അല്ലെ പവർ സ്ട്രോക്ക്, അതേപോലെ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം ഒരേപോലെ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് സക്ഷൻ ഒരുമിച്ച് നടക്കുന്നു, അവിടെ വലിയ ഫോഴ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. അതെ. അപ്പൊ ഇതിന്റെ പവർ സ്ട്രോക്കിൽ മാത്രം അല്ലെ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ മാത്രമാണ് അതിന്റെ പവർ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ? അപ്പോ ആ ഒരു സ്ട്രോക്കിൽ മാത്രമായിരിക്കും ഇതിന് പവർ ഉണ്ടാവുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പോകുന്ന എന്തായിരിക്കും? ഒരുമാതിരി സ്ഥലത്ത് മാത്രമായിരിക്കും പവർ ഉണ്ടാവുക. അപ്പൊ ഒരുമാതിരി കുതിര പോകുന്ന പോലെയൊക്കെ ആയിരിക്കും പോവുക. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇതിന്റെ പവർ സ്ട്രോക്ക് പല പല സമയത്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പവർ സ്ട്രോക്കുകളൊക്കെ വരാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പല പല പൊസിഷൻസിലായിട്ട് ക്രാങ്ക് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പ്ലേസ് ചെയ്ത ക്രാങ്കുകളെല്ലാം കൂടെ ചേർത്ത് ഒരു ഷാഫ്റ്റില്, സിംഗിൾ ജേർണലില് കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു ഷാഫ്റ്റ് ആണ് എന്താണ്? ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പം ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് ദ എൻജിൻ കമ്പോണന്റ് ഫ്രം വിച്ച് ദ പവർ ഇസ് ടേക്കൺ. അപ്പൊ അവിടെ നിന്നാണ് ഫൈനലി നമ്മൾ പവർ എടുക്കുന്നത്. ഇറ്റ് റിസീവ്സ് ദ പവർ ഫ്രം ദ കണക്ടിംഗ് റോഡ് ആൻഡ് ട്രാൻസ്മിറ്റ് ടു ദ ക്ലച്ച് ആൻഡ് സബ്സിക്വന്റ്ലി ടു ദ വീൽസ്. അപ്പോ ഇത് ഇപ്പൊ എല്ലാം കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞേക്കാണ്. അതായത് കണക്ടർ റോഡ് പിസ്റ്റണിലാണ് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അവിടുന്ന് കണക്ടിംഗ് റോഡ് ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത് ആ ഫോഴ്സ് എന്താണ് ക്ലച്ചൊക്കെ വഴി വീലിലേക്ക് എത്തുന്നു. Then the crankshaft assembly includes crankshaft and bearings, flywheel, vibration damper, sprocket or gear to drive the camshaft and oil seals at the front and rear. ഇപ്പൊ ഈ crankshaft അസംബ്ലിയിൽ കുറെ പാർട്സ് വരുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ crankshaft and bearing.
പറഞ്ഞ ക്രാങ്ക് ഷാഫ്റ്റ് തന്നെ, അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബെയറിങ്സ്, സ്മൂത്ത് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് കുറെ ബെയറിങ്സ് ഒക്കെ വേണ്ടി വരും. പല ടൈപ്പ് റോളർ ബെയറിങ്സ്, അതേപോലെ സീല്, പല ടൈപ്പ് ബെയറിങ്സ് ഉണ്ടാവും. ഇനി ഫ്ലൈ വീൽ. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു എന്താ പറയാ, കുറച്ച് മാസീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഫ്ലൈ വീൽ ആയിട്ട്. അതെന്തിനായിരുന്നു? എടാ എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ഫ്ലൈ വീൽ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ സ്ട്രോക്കിലും പവർ ഡെവലപ്പ് ചെയ്യുന്നില്ല, അല്ലെ? ഇപ്പൊ മെയിൻ ആയിട്ട് പവർ സ്ട്രോക്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ എക്സ്പ്ലോഷൻ നടക്കുന്ന സമയത്ത് മാത്രം, എക്സ്പാൻഷൻ സ്ട്രോക്കിൽ മാത്രമാണ് പവർ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ള സമയത്ത് ഈ പവർ ഉപയോഗിച്ച് തന്നെ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ഫോഴ്സിന്റെ ഇനേർഷ്യ ഉപയോഗിച്ച് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. ആ റൊട്ടേഷൻ കാരണം ബാക്കി സക്ഷൻ സ്ട്രോക്കും സംഭവിക്കണം, അതേപോലെ കംപ്രഷനും ഒക്കെ അതിന്റെ ഭാഗമായിട്ടും നടക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയായിരുന്നു നമ്മൾ ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ഫ്ലൈ വീല്, അതേപോലെ വൈബ്രേഷൻസിനെ ഡാമ്പർ ചെയ്യാൻ വേണ്ടി വൈബ്രേഷൻ ഡാമ്പർ, സ്പ്രോക്കറ്റ് ഓർ ഗിയർ ടു ഡ്രൈവ്, ക്യാം ഷാഫ്റ്റ് ആൻഡ് ഓയിൽ സീൽസ്. അപ്പൊ ഇതിനകത്ത് ഇനിയും നമുക്ക് വാൽവ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ടാവും. കറക്റ്റ് ടൈമിൽ വാൽവ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓയിൽ സീൽസ്, ഇതിനൊക്കെ വേണ്ടിയുള്ള ഡ്രൈവ്സ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലിയിൽ വരുന്നത്. ഇനി ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു ആനിമേഷൻ ആണ്. ജസ്റ്റ് പല പല പൊസിഷനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഒരു ഫ്ലൈ വീലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പിസ്റ്റൺ പല പല സ്ട്രോക്ക്, ഇപ്പൊ ഇവിടെ ഇപ്പൊ സക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ കംപ്രഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ പല പല പൊസിഷനിൽ ഉണ്ടാവും. ഇതാണ് അതിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്, ഒരു ഡയഗ്രാം. ഇതിന്റെ മെയിൻ ആക്സിസ് ഈ കാണുന്നത്, ഇതാണ് മെയിൻ ബെയറിംഗ് ജേണൽ. ഇപ്പൊ ജേണൽ എന്നൊക്കെ പറഞ്ഞ എന്തായിരുന്നു? ഇപ്പൊ ഒരു ഷാഫ്റ്റ് നമുക്കറിയാലോ, നിങ്ങൾ ഈ ഇതിന് മുമ്പുള്ള സെമസ്റ്ററിൽ ഡിസൈനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? അതെന്താണ് ഷാഫ്റ്റ്? ഹോളോ ഷാഫ്റ്റ് ഉണ്ടാവും, അതിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്, അല്ലെ? അപ്പൊ ഇതിന്റെ മെയിൻ ജേണലാണ് ഈ കാണുന്ന നടുക്കുള്ള ആക്സിസ് കാണുന്നത്. ഇനി ഇവിടെ കാണുന്നതാണ് ഓരോ ക്രാങ്കുകൾ, ക്രാങ്കിന്റെ ഓരോ പൊസിഷൻസ് ആണ് ഈ കാണുന്നത്. ഓയിൽ സീൽ റബ്ബിംഗ് ഫേസ്, ഇവിടാണ് ഓയിൽ സീൽ റബ്ബിംഗ് ഫേസ്. അതുപോലെ ഇത് ഫ്രണ്ട് എൻഡ്. ഇനി അടുത്ത എക്സ്റ്റൻഷൻ ഫോർ ടൈമിംഗ് ഗിയർ, ടൈമിംഗ് ഗിയർ എക്സ്റ്റൻഷൻ. ടൈമിംഗ് ഗിയർ എന്ന് പറഞ്ഞാൽ അറിയാം, ഇന്ന ഇത്ര സമയത്തിനുള്ളിൽ ഇങ്ങനെ വാൽവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് സക്ഷൻ നടക്കുന്ന സമയത്ത് അതിനനുസരിച്ച് വാൽവ് ഓപ്പൺ ചെയ്യുക, അതേപോലെ എക്സോസ്റ്റിന്റെ സമയത്ത് ആ പറഞ്ഞ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യുക, ബാക്കി ക്ലോസ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. ക്രാങ്ക് പിൻ, ക്രാങ്ക് വെബ്, ഇതെല്ലാം ഉണ്ട്. ഈ ഫിഗർ ഉണ്ടാവും. ഈ ഫിഗർ ഇപ്പൊ ഇനി വരയ്ക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കുക. അല്ല, ഇപ്പോ ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വരച്ചോ, അധികം സമയം എടുക്കണ്ട, വിത്തിൻ 1 minute. ഓക്കെ, എല്ലാവരുടെ കയ്യിൽ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളോട് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം നമുക്ക് ജസ്റ്റ് വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉറക്കം വരും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഈ PPTന്റെ ഈ പ്രസന്റേഷനില് ഇപ്പൊ ഞാനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം വേറെ ഒന്നും കൊണ്ടല്ല, മെയിനായിട്ട് നിങ്ങളുടെ ഫോണിന്റെ ചാർജ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് നോട്ട് വേറെ ഉണ്ട്, അത് ഞാൻ അയച്ചു തരാം. ഇത് ഞാൻ ബ്ലാക്ക് ആക്കി ഇൻവേർട്ട് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുക വല്ലതും വേണമെങ്കിൽ ഇൻ കേസ് അത് ആ രീതിയിൽ ഹാൻഡ് ഔട്ട് എടുത്തു തരാം. ഓക്കെ, ഫിഗറിനെ ജസ്റ്റ് ഓടിച്ചൊന്ന് വരച്ചാൽ മതി, നോട്ട് ചെയ്ത് നോക്കുക. അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞോ? അറ്റൻഡൻസ് അങ്ങനെയല്ല. അറ്റൻഡൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ പല പല ടൈമിങ്ങിലായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ആവറേജ് നോക്കിയിട്ടാണ് അറ്റൻഡൻസ് എടുക്കല്. ഓക്കെ,
ഇത് വരയ്ക്കാൻ എന്തായാലും പറ്റില്ല. ജസ്റ്റ് ഒരു ഫിഗർ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത ഒരു ഫിഗർ ആണ്, ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം. ഓക്കെ. ഓക്കെ. മെയിൻ ജേണൽസ് ആർ സപ്പോർട്ടഡ് ഇൻ മെയിൻ ബെയറിംഗ്സ് ഇൻ ക്രാങ്ക് കേസ്. ഇപ്പൊ ഈ പറഞ്ഞ മെയിൻ ജേണൽ, അതിന്റെ നമ്മൾ പറഞ്ഞു അതിന്റെ എന്താണ് ഇവിടെ ഈ കാണുന്നതാണ് ഈ മെയിൻ ജേണൽ. മെയിൻ ആക്സിസിൽ കാണുന്നതാണ് മെയിൻ ജേണൽ. Main journals are supported in main bearing in the crankcase. This forms the axis of rotation of the crankshaft. ഈ ആക്സിസ് ഓഫ് ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടായിരിക്കും എന്താണ് വീൽ അടക്കം റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി the crank pins are the journals for the connecting rod big end bearings. അതായത് കണക്ടിങ് റോഡിന്റെ പഠിച്ചപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പ് എൻഡ് ഉണ്ടായിരുന്നു, ബിഗ് എൻഡും ഉണ്ട് സ്മോൾ എൻഡും ഉണ്ട്. അതിന്റെ സ്മോൾ എൻഡ് കണക്ട് ചെയ്തേക്കുന്ന എവിടെയാണ്? പിസ്റ്റണിലാണ്. അതിന്റെ ബിഗ് എൻഡ് കണക്ട് ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ ക്രാങ്കിനകത്താണ്, യൂസിങ് ക്രാങ്ക് പിൻ. അവിടെ ഈ ക്രാങ്ക് പിൻ ആണ് ഒരു ജേണലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി the distance between the axis of the main journal and crank pin center is exactly 1/2 of the engine stroke and is called crank throw. അതായത് ഇവിടെ ക്രാങ്ക് പിൻ ഏകദേശം ഈ ഭാഗത്താണ് ആ പിൻ ഇടുന്നത് അല്ലെ, അല്ലെങ്കിൽ സോറി ഈ ഭാഗത്തായിരിക്കും പിൻ ഇടുന്നത് അല്ലെ. അപ്പൊ ഈ പിന്നിന്റെ ഡിസ്റ്റൻസ് ഇവിടുന്ന് മെയിൻ ആക്സിസ് വരെയുള്ള ഒരു ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ എന്താ പറയാ ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, ഈ സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നു, ഇവിടെ കൂടെ വന്ന് ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും ഇത് മൂവ് ചെയ്യുക അല്ലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അതായത് അതിന്റെ പകുതിയാണ് ഈ പറഞ്ഞ ക്രാങ്ക് ത്രോ. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും എന്താണ് ഇവിടുത്തെ പിസ്റ്റണും മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് ഓഫ് ദ മെയിൻ ജേണൽ ആൻഡ് ദ ക്രാങ്ക് പിൻ സെന്റർ ഈസ് എക്സാക്ട്ലി 1/2 ഓഫ് ദ എഞ്ചിൻ സ്ട്രോക്ക്. എഞ്ചിൻ സ്ട്രോക്കിന്റെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിന്റെ പകുതിയായിരിക്കും ഈ പറഞ്ഞ ക്രാങ്ക് ത്രോ. Next, oil holes are drilled from main journals to crank pin through the crank webs to provide the lubrication of big end bearing. ബിഗ് എൻഡ് ബെയറിംഗ് ക്രാങ്ക് കണക്ടിംഗ് റോഡിലുള്ള ബിഗ് എൻഡ് ബെയറിംഗിന്റെ അവിടുത്തെ ബെയറിംഗില് എന്താണ് ഓയിൽ ഹോൾസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. മെയിൻ ജേണൽസിൽ ഓയിൽ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താണ്? ഫോർ പ്രോപ്പർ ലൂബ്രിക്കേഷൻ. ഇപ്പൊ ഇവിടെ എല്ലാം മൂവിങ് പാർട്സ് ആണ് അല്ലെ. അപ്പം പ്രോപ്പർ ലൂബ്രിക്കേഷന് വേണ്ടി ഓയിൽ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി മെയിൻ ബെയറിംഗ്സ് ആർ ലൂബ്രിക്കേറ്റഡ് ഫ്രം ഓയിൽ ഗാലറീസ് ഇൻ ദ സിലിണ്ടർ ബ്ലോക്ക്. ഇതേപോലെ എല്ലായിടത്തും ഈ ലൂബ്രിക്കേഷൻ്റെ ഇതിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞേക്കാണ്. അതായത് മെയിൻ ബെയറിംഗ്സിലും ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ലൂബ്രിക്കേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, crank shafts are made of high quality steel or iron. These materials are processed by either forging or casting. അപ്പൊ ഇവിടെ എന്താണ് ഹൈ ക്വാളിറ്റി സ്റ്റീൽ അല്ലെങ്കിൽ അയൺ ഉപയോഗിച്ചാണ് ഈ പറഞ്ഞ ക്രാങ്ക് ഷാഫ്റ്റ് മേക്ക് ചെയ്തേക്കുന്നത്. ഇനി ഇതിനെ എന്താണ് ഫോർജിങ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് അതുവഴിയാണ് എന്താണ് ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഫോർജിങ് എന്താണ്, എക്സ്ട്രൂഷൻ എന്താണ്, കാസ്റ്റിംഗ് എന്താണെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ് അല്ലെ. ഫോർജിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, മറ്റേ കൊല്ലൻ ഒക്കെ ചെയ്യുന്ന പോലെ കത്തിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അടിച്ചു വരുത്തിയൊക്കെ അല്ലെ. അതായത് ഒരു മെറ്റീരിയലിനെ ചൂടാക്കി ഒരു അതിന്റെ ഒരു എന്താണ് ഫോമബിൾ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ റെഡ് ഹോട്ട് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്താണ് ഫോഴ്സ് കൊടുത്ത് നമ്മളെ ബ്ലോയിങ് ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അടിച്ച് വരുത്തി ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് മാറ്റുന്നു. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? മോൾട്ടൺ മെറ്റൽ എടുത്തിട്ട് എന്താണ് ഏത് ഷേപ്പാണോ അതിനകത്തേക്ക് ഒഴിക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള രീതിയിൽ ഏതെങ്കിലുമൊക്കെ പ്രോസസ്സ് വഴി എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ക്രാങ്ക് ഷാഫ്റ്റ്. ഇനി അടുത്ത ടോപ്പിക്കാണ് വാൽവ്സ്. സമയം ആവുന്നുണ്ട്, അപ്പൊ ഓക്കെ പെട്ടെന്ന് നോക്കാം. വാൽവുകൾ അപ്പൊ നമുക്കറിയാം. ഇപ്പൊ ഇവിടെ 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ അതിനകത്ത് 4 സ്ട്രോക്കുകളുണ്ട് അല്ലെ. എന്തൊക്കെയായിരുന്നു? സക്ഷൻ സ്ട്രോക്ക്. ഇപ്പൊ സക്ഷൻ സ്ട്രോക്കിനകത്ത് വരുമ്പോ എന്താണ് സംഭവിക്കേണ്ടത്? ആ ഫ്യൂവൽ മിക്സ്ചർ, എയർ ഫ്യൂവൽ മിക്സ്ചർ എല്ലാം കൂടെ എന്താണ് കമ്പഷൻ ചേംബറിലേക്ക് സക്ക് ചെയ്തെടുക്കുന്നു. അപ്പൊ അതിനുവേണ്ടി പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതിന്റെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവണം. ആ സമയത്ത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി അതിനകത്തേക്ക് എന്താണ് ഈ എയർ ഫ്യൂവൽ മിക്സ്ചർ ഒക്കെ കയറുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുക? അടുത്ത സ്ട്രോക്ക് വരുമ്പം എന്താണ്
കംപ്രഷൻ സ്ട്രോക്ക് വരും അല്ലെ. കംപ്രഷൻ സ്ട്രോക്ക് വരുമ്പോ എന്താണ്, ഇതിനെല്ലാത്തിനും കൂടെ പിടിച്ച് ഞെക്കുന്നു. അപ്പൊ അങ്ങനെ ഞെക്കുമ്പം ഈ വാൽവ് ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ എന്താണ്, ഈ വന്ന പോലെ തന്നെ തിരിച്ചു പോകും അല്ലെ. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്താണ്, ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഇതെല്ലാം ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ട് ഇതിനെ എല്ലാം കൂടെ പുഷ് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, പൊട്ടിത്തെറിക്കുന്നു. അപ്പം എന്താണ്, അതിനകത്ത് എക്സ്പ്ലോഷൻ ഒക്കെ ഉണ്ടായി. അതിനുശേഷം പവർ സ്ട്രോക്കിൽ എന്താണ്, ഈ ഇവന്മാരെല്ലാം കൂടെ തിരിച്ചു വരണം അല്ലെ. തിരിച്ചു വരണമെങ്കിൽ ഇതെല്ലാം പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്കിലോട്ട് വരണം. ആ സമയത്തും ഈ വാൽവ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. അതിനുശേഷം ഇതിന്റെ പ്രോഡക്റ്റ് ഓഫ് കമ്പഷൻ എന്താണ്, കത്തി തീർന്നതിന് ശേഷം എക്സോസ്റ്റ് ആയിട്ട് പോകണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വീണ്ടും ലാസ്റ്റ് സ്ട്രോക്കിൽ എന്താണ്, എക്സോസ്റ്റ് വാൽവ് മാത്രം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ പോകുന്നു. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഈ വാൽവ് പല ടൈമിൽ വാൽവ് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ പല ടൈപ്പ് വാൽവ്സ് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ബേസിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ മെയിൻ കാറ്റഗറി ആയിട്ട് പറയുന്ന 3 ടൈപ്പ് വാൽവ് ആണ്. ഒന്ന് പൊപ്പറ്റ് വാൽവ്, സ്ലീവ് വാൽവ്, റോട്ടറി വാൽവ്. ഇപ്പൊ ഇതിനകത്ത് പോപ്പറ്റ് വാൽവ് ആണ് മെയിനിലെ എഞ്ചിൻസിൽ കൂടുതലും ഉപയോഗിക്കുന്നത്, കാണപ്പെടുന്ന വാൽവ് ആണ് പോപ്പറ്റ് വാൽവ്. അപ്പൊ അതിന്റെ ഒരു ഫിഗറും അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു പൊപ്പറ്റ് വാൽവ്. പൊപ്പറ്റ് വാൽവ് ആ പേര് പോലെ തന്നെ പോപ്പിംഗ് അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു വാൽവ് ആണ്. ഇപ്പൊ ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ഇതാണ് ഇതിന്റെ ഒരു മോഷൻ. ഇത് ഒരു ക്യാം ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ ടൈമിംഗ് എപ്പോഴൊക്കെയാണോ അടയ്ക്കേണ്ടത്, എപ്പോഴൊക്കെയാണോ തുടക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും ഈ പർട്ടിക്കുലർ ക്യാം നമ്മൾ ഡിസൈൻ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഡോമും മോമും ഒക്കെ പഠിച്ച സ്ഥിതിക്ക് ഈ ഡിസൈനിങ്ങിലൊക്കെ നിങ്ങൾ വളരെ എക്സ്പെർട്ട് ആയിരിക്കും അല്ലെ. വൈഷ്ണവ് സിക്ക് ഉറങ്ങിപ്പോയോ? ഇല്ല ഡയറക്റ്റ്. ഇല്ല, മിടുകൻ. അപ്പോ ഇതാണ് പോപ്പറ്റ് വാൽവ്. The poppet valve derives its name from its motion of popping up and down. It consists of a head and stem as shown in the figure. ഇതുപോലെ ഈ കഥയൊക്കെ പറഞ്ഞ ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ഇതാണൊരു പോപ്പറ്റ് വാൽവ്, സിമ്പിൾ ഡയഗ്രാം ആണ്. അതിന്റെ ടിപ്പാണ്. അതുപോലെ സ്പ്രിംഗ് ഓർ റീസ്ട്രിങ് ലോക്ക് ഗ്രൂവ്, ഇവിടെയാണ് സ്പ്രിംഗ് ഒക്കെ വെക്കേണ്ടത്. അപ്പൊ അതാണ് ഇതിനകത്തെ ഫിഗറിൽ കാണുമ്പോൾ അറിയാൻ പറ്റും, ഇതേപോലൊരു സാധനമാണ്. ഇവിടെയാണ് ഫേസ്, മാർജിൻ, അതുപോലെ ഹെഡ് എന്ന് പറഞ്ഞ ഈ പോർഷൻ ആണ്. പിന്നെ ഈ ഫേസിനകത്ത് നമുക്കൊരു പർട്ടിക്കുലർ ആംഗിളിൽ ആണ് ഉള്ളത് അല്ലെ, ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഉള്ളത്. അപ്പൊ എ സ്മോളർ ഫേസ് ആംഗിൾ പ്രൊവൈഡ്സ് ഗ്രേറ്റർ വാൽവ് ഓപ്പണിംഗ് ഫോർ എ ഗിവൺ ലിഫ്റ്റ്, ബട്ട് പുവർ സീലിംഗ് ബിക്കോസ് ഓഫ് ദ റെഡ്യൂസ്ഡ് സീറ്റിംഗ് പ്രഷർ ഫോർ എ ഗിവൺ വാൽവ് സ്പ്രിംഗ് ലോഡ്. ഇപ്പൊ ഇതിനകത്ത് പറയുന്നത് ഒരു സ്മോളർ ഫേസ് ആംഗിൾ ചെറുതാണെങ്കിൽ എന്തൊക്കെയായിരിക്കും, അതായത് ഗ്രേറ്റർ വാൽവ്, അപ്പൊ വാൽവ് ഓപ്പണിംഗ് ഗ്രേറ്റർ ആയിരിക്കും ഫോർ എ ഗിവൺ ലിഫ്റ്റ്. ഒരു പർട്ടിക്കുലർ ലിഫ്റ്റ്, അതായത് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോകുന്ന ആ ഒരു പർട്ടിക്കുലർ ലിഫ്റ്റ് എടുക്കുമ്പോൾ എത്രത്തോളം സ്മോൾ ആണെങ്കിൽ, ഫേസ് ആംഗിൾ എത്രത്തോളം സ്മോളർ ആവുന്നോ അതിനനുസരിച്ച് ഗ്രേറ്റർ വാൽവ് ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഇനി എക്സോസ്റ്റ് വാൽവ് is the hottest part of the engine and is estimated that under full power conditions it reaches a temperature of around 700 degree Celsius. ഇപ്പൊ എക്സോസ്റ്റ് വാൽവിന്റെ അടുത്താണ് എന്താണ്, ഇറ്റ് ഇസ് ദ ഹോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദ എഞ്ചിൻ. ഈ കമ്പഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഏകദേശം ഒരു 700 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഇനി അതുകൊണ്ട് തന്നെ അതിന്റെ ആ വാൽവിന്റെ കുറച്ച് പെക്യുലാരിറ്റീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, സ്പെഷ്യൽ high tensile steel is required for the exhaust valve containing various amounts of manganese, silicon, nickel and chromium. അപ്പൊ ഈ പറഞ്ഞ എക്സോസ്റ്റ് വാൽവിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ തരത്തിലായിരിക്കും. എങ്ങനെയാണ്, ഹൈ ടെൻസൈൽ സ്റ്റീൽ കണ്ടെയ്നിങ് എന്താണ്, മാംഗനീസ്, സിലിക്കൺ, നിക്കൽ ആൻഡ് ക്രോമിയം. ഇത്രയുള്ളതായിരിക്കും ഇതിന്റെ എക്സോസ്റ്റ് വാൽവിൽ ഉപയോഗിക്കുക. ഇനി ഇൻലെറ്റ് വാൽവിന്റെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഹൈ ടെൻസൈൽ അലോയ് സ്റ്റീൽ കണ്ടെയ്നിങ് എന്താണ്, നിക്കൽ, ക്രോമിയം ആൻഡ് മോളിബ്ഡിനം. ഇതാണ് എക്സോസ്റ്റ് വാൽവിന്റെയും ഇൻലെറ്റ് വാൽവിന്റെയും ഒക്കെ മെറ്റീരിയൽസ്. ഓക്കെ, ഇത് ജസ്റ്റ് കുറച്ച് വാൽവിന്റെ ഒക്കെ മെക്കാനിസത്തിനാണ്. അപ്പം ഇതിനു വേണ്ടി നമുക്ക് ഈ വാൽവിന്റെ മെക്കാനിസം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, കുറച്ച് ക്യാമിന്റെ ഇതേപോലുള്ള ഷേപ്പിലുള്ള സാധനമാണ് ക്യാം.
അപ്പൊ ക്യാം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ക്യാമിന്റെ കേസിലും പല സമയത്ത് പല രീതിയിലാണ് വാൽവുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ. ഒരേ സമയത്ത് തന്നെ അല്ല എക്സോസ്റ്റും എന്താ പറയാ ഇൻലെറ്റും ഓപ്പൺ ചെയ്യുന്നത്, പല ടൈം ആയിരിക്കും. അതിനനുസരിച്ചായിരിക്കും ക്യാമിന്റെ പൊസിഷനും നമ്മൾ ചെയ്യുക. അപ്പൊ ഇതെല്ലാം കൂടെ പല പല റോട്ടറി മോഷൻ കൊടുക്കാതെ ഒരൊറ്റ സിംഗിൾ ഷാഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്യാം ഷാഫ്റ്റ്. ക്യാമുകളുടെ ഇപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് പോലെ തന്നെ ക്യാം ഷാഫ്റ്റ്. അപ്പൊ അതിന്റെ ഒരു ഫിഗറാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഈ നടുക്ക് കാണുന്ന ഏകദേശം ഈ രീതിയിലുള്ള ഒരു ഷാഫ്റ്റ് ആണ് ക്യാം ഷാഫ്റ്റ്. ഞാൻ ക്യാമിന്റെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് ജസ്റ്റ് അതിന്റെ ഒരു ഫിഗർ ഒരു വട്ടം കൂടി ഇട്ടെന്നേ ഉള്ളൂ. ക്യാം ഷാഫ്റ്റിന്റെ മെയിൻ നോമൻക്ലേച്ചേഴ്സ് ആണ് കാര്യങ്ങൾ. ജസ്റ്റ് പെട്ടെന്നൊന്ന് വരയ്ക്കുക. ഒരു 15 സെക്കൻഡ് ഉണ്ട്. സൗരവ് നമ്പ്യാർ കേറിയിട്ടില്ലേ? നേരത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്ന? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ക്യാം ഷാഫ്റ്റ്. ക്യാം ഷാഫ്റ്റിനകത്ത് എന്താണ് പറഞ്ഞത്? A camshaft is a shaft with a cam for each intake and exhaust valve. ഓക്കെ, അപ്പൊ ക്യാം ഷാഫ്റ്റ് നമ്മൾ പറഞ്ഞു, ഇത് പറഞ്ഞ പോലെ കുറെ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഇതെല്ലാം കൂടെ വെക്കാനുള്ള ഒരു ഷാഫ്റ്റ് ആണ് ക്യാം ഷാഫ്റ്റ്. ഇനി ഈച്ച് ക്യാം ഹാസ് എ ഹൈ സ്പോട്ട് കോൾഡ് ക്യാം ലോബ് വിച്ച് കൺട്രോൾസ് ദ വാൽവ് ഓപ്പണിംഗ്. The camshaft controls the opening and closing intervals of the inlet and exhaust valves. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നു, അതായത് എക്സോസ്റ്റിന്റെയും ഇൻലെറ്റിന്റെ ഒക്കെ ടൈമിംഗ് ഇന്റർവൽ അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും. അതിന്റെ ഡിസൈൻ ഉപയോഗിച്ചായിരിക്കും ടൈമിംഗ് ഒക്കെ വരിക. ഇനി ക്യാം ആക്ട് ഡയറക്ട്ലി ഓൺ ദ ക്യാം ഫോളോവർ. അപ്പൊ ഇതിനകത്ത് ക്യാമിന്റെ നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ട പോലെ തന്നെ എന്താണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സാധനം ഇതിനാണല്ലോ നമ്മള് ഫോളോവർ എന്ന് പറയാ. എവിടെ പോയി? ഇതിനാണ് നമ്മൾ ഫോളോവർ. ഈ കാണുന്ന പല ടൈപ്പ് ഫോളോവേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. Okay, the follower then transmits the movement to the valve either directly or via push rod or rocker mechanism. അപ്പോൾ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ യൂസിങ് എ പുഷ് റോഡ് ഓർ റോക്കർ മെക്കാനിസം എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യും, വാൽവിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു മോഷൻ. അത് ഉപയോഗിച്ചാണ് അത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ പോസിബിൾ ആവുക. Cam follower remains stationary during that part of cam rotation when it rests upon the base circle and its lift begins at the point where the opening flank joins the base circle. അപ്പോൾ ഇതിന്റെ ആ ഡിസൈനിങ് ക്യാമിന്റെ ഡിസൈൻ അനുസരിച്ചാണ് ഈ പറഞ്ഞ ബേസ് സർക്കിൾ ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു പോർഷനിലൊന്നും എന്താണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അനങ്ങുന്നുണ്ടാവില്ല അല്ലെ. പിന്നീട് ഈ ഒരു പോർഷനൊക്കെ എത്തുമ്പോഴാണ് എന്താണ് അത് മൂവ് ചെയ്ത് തുടങ്ങുക. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അത് ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, the peak of the cam the lift is maximum and the follower then falls as the closing flank passes beneath it. The camshaft is forged from alloy steel or cast from hardenable cast iron and is case hardened. ഇത് അതിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി പറഞ്ഞേക്കാണ്, എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്,
അല്ലെങ്കിൽ അതിന്റെ ഏത് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് അതിനകത്ത് നടത്തിയേക്കുന്നത് ഫോർ ദ എന്താണ് പ്രോപ്പർട്ടീസ്, എൻഹാൻസിങ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി അത് ഫോർജ് ചെയ്തതാണ്. ഫോർജിങ് വഴിയാണ് ക്യാം ഷാഫ്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഫ്രം ഏതാണ്, എന്ത് മെറ്റീരിയലാണ്? അലോയ് സ്റ്റീൽ ഓർ കാസ്റ്റ്. അലോയ് സ്റ്റീൽ ഫോർജ് ചെയ്യുന്നു ഫ്രം അലോയ് സ്റ്റീൽ, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്നു ഫ്രം എന്താണ് ഹാർഡനബിൾ കാസ്റ്റ് അയൺ. ഹാർഡനബിൾ കാസ്റ്റ് അയൺ ഉപയോഗിച്ച് അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ കേസ് ഹാർഡനിങ് ചെയ്തു. കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിന്റെ ഔട്ടർ സർഫസ് എഞ്ചിനീയറിംഗ് അല്ലെ, സർഫസ് മാത്രം ഒരു ഹാർഡൻഡ് കോട്ടിങ് നമ്മൾ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ കേസ് ഹാർഡനിങ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ നമ്മൾ മെറ്റലർജിയിൽ പണ്ട് പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എത്ര മണിയായി? അല്ല, സമയം പറയാം. ഇല്ല, സമയമുണ്ട്. കാമണിക്കൂറുകളില്ലേ? ഫ്ലൈ വീൽ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഇല്ലെങ്കിൽ ഇനി ടൈം ഉണ്ടാവില്ല. ഇതിന് ഫ്ലൈ വീലും ബാക്കി സാധനങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പേപ്പറും പേനയൊക്കെ എടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് പോരുത്, എല്ലാരും ഓൺലൈനിൽ ഉണ്ടാകണം. ഞാൻ ഇടയ്ക്ക് ആളുകളെ വിളിക്കും. ഓക്കെ, അപ്പോ ദേ ഇതാണ് നിങ്ങളുടെ ടെസ്റ്റ്. വേഗം എഴുതുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ മാത്രം മതി. അപ്പൊ അത് പേപ്പറിലേക്ക് എഴുതുക. നിങ്ങൾക്ക് സമയം എത്ര മണിയാ? കാമണിക്കൂർ സമയമുണ്ട്. അപ്പൊ ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ, കാരണം ഇത് പിന്നീട് നിങ്ങൾ എഴുതാൻ ഈ ഒരു ടൈമിൽ തന്നെ എഴുതുക, പോവുക, അപ്ലോഡും ചെയ്യുക. അപ്പൊ ആ ഒരു പ്രാക്ടീസ് കൊണ്ടുവരിക. ഇതിൽ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും ഇനി അങ്ങനെ ആയിരിക്കും. ഏ 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം, മെയിലും ചെയ്യാം. അപ്പൊ ഇന്നത്തെ സെഷൻ തീരുന്നതോടെ ആ മെയിലും റിസീവ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ.
അറ്റൻഡൻസ് ഒന്ന് വിളിക്കുന്നുണ്ടേ. അഭിരാം പി സുരേഷ്, Present, sir. അബിൻ ജോഷി, Present, sir. ആദർശ് കെ കെ, Present, sir. അക്ഷയ്, Present, sir. ആൽബിൻ തോമസ്, Present, sir. അമൽ കെ പി, Present, sir. അമൽ കെ സന്തോഷ്, Present, sir. അമൽ എം, അമൽ എം, അമൽ കെ സന്തോഷ്, അമൽ കെ സന്തോഷ് പറഞ്ഞാണല്ലോ. അനന്തു, അനന്തു പി, അനന്തു പി, അനുരാഗ്, Present, sir. ആശ്രയ് കുമാർ, ആശ്രയ് കുമാർ, Present, sir. ആ ആശ്രയ് കുമാർ, പിന്നെ അശ്വിൻ, ഭഗത് വിജയൻ, ഡിജിൻ, Present, sir. ഫസിയുദ്ദീൻ, ഫസിയുദ്ദീൻ, ഫസിയുദ്ദീൻ ഇല്ല. ജിജോ രാജ്, ജിതിൻ സി, Present, sir. കാർത്തികേയൻ നമ്പ്യാർ, Sir. Present. മൃദുൽ, Present, sir. രാഹുൽ, രാഹുൽ, Present, sir. സൂരജ്, Present, sir. സൗരവ്, Present, sir. ശ്രീരാഗ് സന്തോഷ്, Present, sir. വൈശാഖ്, Present, sir. വൈഷ്ണവ് സി കെ, Present, sir. വൈഷ്ണവ് പി കെ, വൈഷ്ണവ് പി കെ, Present, sir. Present, sir. ഉണ്ടല്ലേ. വസീം, വസീം സി, വസീം, ദിനിൽ, Present. ജിഷ്ണു കെ, Present, sir. ജിഷ്ണു മോഹൻ, Present, sir. നിഖിൽ ഗോപാൽ, Present, sir. റോഷിത് പി കെ, Present, sir. വിഷ്ണു എ പി, Present, sir. തേജസ് മോഹൻ, Present, sir. ആകാശ് പ്രകാശ്, Present, sir. അഭിനവ് ജയൻ, Present, sir. ഗോകുൽ പ്രസാദ്, Present, sir. സച്ചിൻ തുഷാർ. Present, sir. ഓക്കെ, ഇതിനകത്ത് അമലം ഉണ്ടോ? അമലം, അനന്തു, ഫസിയുദ്ദീൻ, വസീം. ചിലപ്പം എഴുതുന്നതായിരിക്കും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ചാറ്റ് ബോക്സിലല്ലോ 37 പേര് കാണിക്കുന്നുണ്ടല്ലോ. അനന്തു ഉണ്ടല്ലോ ഇതിനകത്ത്. അനന്തു പ്രസന്റ് ആണ്. ഉണ്ട്, ഞാൻ കണ്ടു. ഫസിയുദ്ദീൻ, ഫസിയുദ്ദീൻ ഇല്ല അല്ലേ? ഫസിയുദ്ദീൻ, വസീം.
ഓക്കെ, എല്ലാവരും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എന്ന് കരുതുന്നു. വേഗം തന്നെ അത് അപ്ലോഡ് ചെയ്യല്ല, മെയിൽ ചെയ്യുക. മെയിൽ ഐ ഡി ഞാൻ തന്നിട്ടുണ്ടോ? മെയിൽ ഐ ഡി അയ്യോ ശരിയാവില്ല. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ അഹങ്കാരമായി പോകും. മെയിലിനകത്ത് ഇടാം, ചാറ്റ് ബോക്സിൽ ഇടാം. അതെ, ഇന്നത്തെ ക്ലാസ്സിന്റെ കാര്യങ്ങള് ഇന്ന് തന്നെ തീർത്തു പോവാ, ഈ അവറിൽ തന്നെ തീർത്തു പോവാ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി വേറെ സമയം വെക്കണ്ട. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സബ്ജക്ട് മാത്രമേ ഉള്ളൂ. എല്ലാ സബ്ജക്റ്റുകളും വരുമ്പോ നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു കാര്യത്തിന് സമയം ഉണ്ടാവില്ല. ഇതിപ്പോ ഈ ഒരു സമയം കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ബാക്കി സമയത്ത് നിങ്ങൾക്ക് പഠിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ആ ആ കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചാ പോരെ? ഏ കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചാ പോരെ? അതാരാണ് ഇപ്പൊ ചോദിച്ച ആള്? മകത്താണ് സാർ. ഇപ്പൊ ഫോണില്ല സാർ കൈവില്. ഇപ്പൊ അയക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ. എനിവേ ഇപ്പൊ തന്നെ നിങ്ങൾ എഴുതി തീർന്നില്ലേ? ഓക്കെ, അപ്പൊ അത് ഓക്കെ. അപ്പൊ ഇത് ഒരു കാര്യം ചെയ്യാം, ലഞ്ച് ഇന്റർവെല്ലിന് ഇന്ന് ക്ലാസ് കഴിഞ്ഞ പാടെ തന്നെ അത് അയച്ചിടുക. അതിനുശേഷം ആക്കരുത്, നീട്ടി വെക്കരുത്. ഇല്ല സാർ. കാരണം നമുക്കത് നോക്കുകയും വേണം, ജസ്റ്റ് എനിക്കൊന്ന് കാണുകയും വേണം. ഓക്കെ. ഓക്കെ സാർ. Piston ringന്റെ functions of piston ring performs in engine. Function materials, piston